ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 CGL എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും പൊളിറ്റിയുടെയും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2024 CGL എക്സാമിന് ചോദിച്ചുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം CGL സ്റ്റാറ്റിക് GK എന്ന് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. അപ്പൊ നോക്കിയാലോ എന്തൊക്കെ പാറ്റേണിലാണ് കഴിഞ്ഞ വർഷം CGL എക്സാമിന് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ് എസ്റ്റാബ്ലിഷ്ഡ്? ഏത് വർഷമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? വർഷം. ഓക്കെ, സോ നമ്മുടെ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് വരുന്നത് നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ്. സോ നമുക്ക് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏതാണ് ഈ സംഗീത് നാടക അക്കാദമി? സോ ഫസ്റ്റ് ഓഫ് ഓൾ സംഗീത് നാടക അക്കാദമി രൂപീകരിച്ച വർഷം അത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്, നോട്ട് ചെയ്ത് വെക്കുക. 1952 സംഗീത് നാടക അക്കാദമി രൂപീകരിച്ചത്. ഏത് വർഷമാണ്? 1952. ഇവിടെ എന്താ പഠിപ്പിക്കുന്നത് വെച്ചാൽ മെയിൻ ആയിട്ടും മ്യൂസിക്, ഡ്രാമ, ഡാൻസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ സംഗീത നാടക അക്കാദമിയിൽ മെയിൻ ആയിട്ടും പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വരുന്ന രണ്ട് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ രണ്ട് സ്കൂൾസ് ആണ്. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ്, ഒന്ന് കേട്ടാ. രണ്ട് ഏതെന്ന് ചോദിച്ചാൽ രണ്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിന്റെ ഭാഗമായി വരുന്നത് കേട്ടോ. നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ബ്രാഞ്ചായി വരുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക്കും, രണ്ട് ജവഹർലാൽ നെഹ്റു മണിപ്പാർ ഡാൻസ് അക്കാദമി. ഈ രണ്ട് ഭാഗവും. സോ ഇതിൽ നമുക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ചോദ്യം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഏത് വർഷം എസ്റ്റാബ്ലിഷ് ചെയ്തു? സോ വർഷം 1964 1964 എന്ത് രൂപീകരിച്ചത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ് അക്കാദമി രൂപീകരിച്ചത്. ഇനി ഇതേ കഴിഞ്ഞ CGL എക്സാമിന് മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി രൂപീകരിച്ച വർഷം ഏത്? കേട്ടാ, വേറെ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് നോക്കിയാൽ കാണാൻ പറ്റും. ഈ അക്കാദമി രൂപീകരിച്ച വർഷവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് 1954 10 വർഷത്തെ വ്യത്യാസമാണ് കേട്ടോ. 1954 ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി രൂപീകരിച്ചത്. 10 വർഷം കഴിഞ്ഞ് 1964 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ് അക്കാദമി രൂപീകരിച്ചത്. ഇത് രണ്ടും എന്തിന്റെ ഭാഗമായി വരുന്നതാ? നമ്മുടെ സംഗീത നാടക അക്കാദമി രൂപീകരിച്ച വർഷം ഏതാ? 1952 1952 സംഗീത നാടക അക്കാദമി രൂപീകരിച്ചത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സംഗീത നാടക അക്കാദമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ് കേട്ടോ. സംഗീത നാടക അക്കാദമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ് സംഗീത നാടക അക്കാദമിയുടെ എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് ന്യൂഡൽഹി. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയാണ്. ന്യൂഡൽഹി തന്നെയാണ് കേട്ടോ. ഡൽഹി. ഈ ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഇംഫാലിലാണ്. നമ്മുടെ മണിപ്പൂരിലെ ഇംഫാലിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്, ഇംഫാൽ. സോ വർഷം കൃത്യമായി നോട്ട് ചെയ്യുക. ഈ വർഷം നമുക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു വർഷമാണ്. സംഗീത നാടക അക്കാദമി 1952, ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി കേട്ടാ. സോ ഇതിന്റെ ആൻസർ 1964 കേട്ടാ. 54 ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി, 64 ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫെസ്റ്റിവൽസ് ഒബ്സർവ്ഡ് ഇൻ ആസാം ഇൻ മേജർലി സെലിബ്രേറ്റഡ് ബൈ വൈഷ്ണവീസ്? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ആസാമിലെ ഫെസ്റ്റിവൽ, നമ്മൾ ഓൾറെഡി ഫെസ്റ്റിവൽസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിൽ നമ്മൾ ആസാമിലെ ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഒട്ടുമിക്ക നമ്മൾ ഫെസ്റ്റിവൽസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇത് മെയിൻ ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? വൈഷ്ണവേറ്റ്സ് ആണ്. ആരുടെ വൈഷ്ണവേറ്റ്സ്? നമ്മുടെ ലോർഡ് വിഷ്ണു അല്ലെ, നമ്മുടെ മഹാവിഷ്ണുവും വിഷ്ണുവിന്റെ അവതാരങ്ങളെ വർഷിപ്പ് ചെയ്യുന്ന അല്ലെ വിഭാഗക്കാരാണ് ആര്? ഈ വൈഷ്ണവേഴ്സ്. അതില് ആസാം റീജിയനിലെ വൈഷ്ണവേഴ്സ് ആനുവലി ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇതിലിപ്പോ നമ്മൾ ഓപ്ഷൻ എ
അംബുബാച്ചി മേള. അംബുബാച്ചി മേള നമുക്ക് നല്ല പരിചയമുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് അല്ലേ? അംബുബാച്ചി മേള എവിടെയാണ് നടക്കുന്നത്? അംബുബാച്ചി മേള നടക്കുന്നത് നമ്മുടെ ആസാമിലെ കാമാക്യ ക്ഷേത്രത്തിലാണ് അല്ലേ? ആസാമിലെ കാമാക്യ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആനുവൽ ഫെസ്റ്റിവൽ ആണ് ഏത്? അംബുബാച്ചി മേള അല്ലെ? അപ്പൊ കാമാക്യ ക്ഷേത്രം ഒരു മഹാവിഷ്ണുവിന്റെ അവതാര ബന്ധപ്പെട്ടുള്ള ക്ഷേത്രമാണോ? അല്ല. സോ എന്തായാലും അംബുബാച്ചി മേള അല്ല അല്ലെ? ദെൻ ബിഹു. നമുക്കറിയാം ബിഹു എന്ന് പറഞ്ഞാൽ ആസാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ്. ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവലുമാണ്. ആസാമിന്റെ ന്യൂ ഇയറും അല്ലെ? 3 ടൈപ്പ് ബിഹു ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അല്ലേ? സോ എന്തായാലും ബിഹു അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ അല്ല. ഇനി നമുക്കുള്ളതാണ് ഡോൾ ജാത്രയും റാങ്കർ ഫെസ്റ്റിവലും. ഓക്കെ, സോ ഇതില് ഡോൾ ജാത്ര ഫെസ്റ്റിവൽ ആണ് നമ്മുടെ ആസാമിൽ ഏത് വിഭാഗക്കാര്? ഈ പറയുന്ന വൈഷ്ണവേസ് ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഈ കൃഷ്ണനും രാധയും, നമ്മുടെ കൃഷ്ണനും രാധയുമായി ബന്ധപ്പെട്ട് അവർ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആസാമിലെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ് ഏത്? ഈ പറയുന്ന ഡോൾ ജാത്ര ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാണ്? ഡോൾ ജാത്രയാണ്. ഡോൾ ജാത്ര ഫെസ്റ്റിവൽ ആണ് ആസാമിലെ വൈഷ്ണവേസ് ആഘോഷിക്കുന്ന, ആരുമായി ബന്ധപ്പെട്ട്? നമ്മുടെ കൃഷ്ണൻ രാധയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ് ഡോൾ ജാത്ര ഫെസ്റ്റിവൽ. അതുപോലെ റോങ്കർ, ഇതും ആസാമിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ്. ആസാമിലെ തന്നെ ആസാമിലെ തന്നെ ഗർബി ട്രൈബ് ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ് റോങ്കർ ഫെസ്റ്റിവൽ. നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പലപ്പോഴും ഓപ്ഷനിൽ നിന്നും എന്ത് ചോദിക്കാറുണ്ട്? അടുത്ത വർഷങ്ങളിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇങ്ങനെ ചോദിക്കാം, ആസാമിലെ ഗർബി ട്രൈബ്സ് ആഘോഷിക്കുന്ന ആനുവൽ ഫെസ്റ്റിവൽ ഏത്? റോങ്കർ ഫെസ്റ്റിവൽ കേട്ടോ. റോങ്കർ ഫെസ്റ്റിവൽ കേട്ടോ. ആസാമിൽ ആരാണ്? ആസാമിലെ ഖർബി ട്രൈബ്. അത് നോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരുപാട് ട്രൈബൽ ഫെസ്റ്റിവൽസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ ഫെസ്റ്റിവൽ ആണ് റോങ്കർ ഫെസ്റ്റിവൽ. ഓക്കെ, സോ ആൻസർ ഏതാ? ആൻസർ ആസാമിലെ വൈഷ്ണവേസ് ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഏതാ? ഡോൾ ജാത്ര ഫെസ്റ്റിവൽ. നോട്ട് ചെയ്യണം കേട്ടോ. അംബുബാച്ചിയിലെ ഫെസ്റ്റ് എവിടെയാ? അംബുബാച്ചി കാമാക്യ ടെമ്പിൾ, കാമാക്യ ക്ഷേത്രത്തിലെ ഫെസ്റ്റിവൽ. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വേർ വാസ് ദി ഫസ്റ്റ് വേൾഡ് കപ്പ് ഓഫ് കബഡി ഓർഗനൈസ്ഡ് ഇൻ 2004? നമ്മുടെ ആദ്യത്തെ കബഡി വേൾഡ് കപ്പ് അത് 2004 അത് നടന്നത്. സോ നോട്ട് ചെയ്യുക, അതൊരു ചോദ്യമാണ്. സോ ആദ്യത്തെ കബഡി ടൂർണമെന്റ് നടന്ന വർഷം ഏത് വർഷമാണ്? 2004 നമ്മുടെ 2004 ആദ്യത്തെ എന്താണ് കബഡി ടൂർണമെന്റ് നടന്നത്. ഫസ്റ്റ് കബഡി, അത് കബഡി എന്ത്? വേൾഡ് കപ്പ് ടൂർണമെന്റ്. ആദ്യത്തെ കബഡി വേൾഡ് കപ്പ് നടന്ന വർഷം 2004. അത് നോട്ട് ചെയ്യുക ആദ്യം. ഓക്കെ, ദെൻ നമ്മുടെ ചോദ്യം അത് എവിടെയാണ് നടന്നതെന്നാണ്. സോ എവിടെയാണ് ആദ്യത്തെ കബഡി വേൾഡ് കപ്പ് ടൂർണമെന്റ് നടന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മുംബൈയിലാണ്. എവിടെയാണ്? മുംബൈയിൽ വെച്ച്. വെന്യൂ കേട്ടോ. വെന്യൂ എവിടെയാണ്? മുംബൈയിൽ വെച്ചാണ് 2004 ആദ്യത്തെ കബഡി വേൾഡ് കപ്പ് നടക്കുന്നത്. ആദ്യത്തെ വേൾഡ് കപ്പിലെ വിന്നർ ഇന്ത്യ ആയിരുന്നു കേട്ടോ. ഇന്ത്യയാണ് കപ്പ് അടിച്ചത് കേട്ടോ. ഫസ്റ്റ് വിന്നർ ആരായിരുന്നു? ഇന്ത്യ തന്നെയായിരുന്നു. മുംബൈയിൽ വെച്ചാണ് നടന്നത്. സോ അതുപോലെ തന്നെ ഈ 2004 ഈ കബഡി ഫെഡറേഷൻ രൂപീകരിച്ചത് കേട്ടോ. ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ രൂപീകരിച്ച വർഷം ഏത് വർഷം തന്നെയാണ്? ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ രൂപീകരിച്ച വർഷം 2004 അത് രൂപീകരിച്ചത്. ആ 2004 തന്നെ ആദ്യത്തെ കബഡി വേൾഡ് കപ്പും നടക്കുന്നു. എവിടെ വെച്ച് നടക്കുന്നത്? മുംബൈയിൽ വെച്ചായിരുന്നു കേട്ടോ. എവിടെയെന്നറിയോ ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഇന്റർനാഷണൽ കബഡി ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ ജയ്പൂരിലാണ്. നമ്മുടെ രാജസ്ഥാനിലെ ജയ്പൂരാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂർ. നമ്മൾ ഈ കബഡിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സ്പോർട്സിന്റെ ഒരു ടോപ്പിക് നമ്മൾ ചെയ്തതാണ് അല്ലേ? അത് കാണാത്തവരുണ്ട്. കൃത്യമായും അതിന്റെ ഒരു 3 പാർട്ടുണ്ട് സ്പോർട്സിന്റെ 1, 2, 3. ആ 3 പാർട്ടും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്പോർട്സിനെ പറ്റി കേട്ടോ ഒരു ചെറിയൊരു നോളജ് ഉറപ്പായിട്ടും, ചെറുതല്ല, നമ്മളതിൽ ചെയ്തിരിക്കുന്ന എല്ലാം PVQ ബേസ് തന്നെയാണ്. സോ നല്ലൊരു നോളജ് നിങ്ങൾക്ക് ആ ഒരു 3 വീഡിയോസിൽ നിന്നും കിട്ടുന്നതാണ്. സോ അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ രൂപീകരിച്ച വർഷം 2004 ജയ്പൂരിലാണ്. അല്ല, ആദ്യത്തെ കബഡി വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിൽ വെച്ച്. മുംബൈ ആയിരുന്നു അതിന്റെ വെന്യൂ. 2004 ജയിച്ചതാരാ? അന്ന് ഹോസ്റ്റ് ചെയ്തപ്പോൾ ജയിച്ച ഇന്ത്യ തന്നെയാണ്. ഫസ്റ്റ് വേൾഡ് കപ്പ് കബഡി ജയിച്ചത് ആര് തന്നെയാണ്? നമ്മുടെ ആരാണ്? ഇന്ത്യ തന്നെയാണ്. അതുപോലെ കബഡി ഏത് രാജ്യത്തിന്റെ, നമ്മുടെ ഏത് അയൽ രാജ്യത്തിന്റെ നാഷണൽ ഗെയിമാണ് കബഡി? ബംഗ്ലാദേശിന്റെ അല്ലെ? നമ്മുടെ ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിം കൂടിയാണ് ഏത്? കബഡി അല്ലെ? കബഡിയിൽ എത്ര പേരുണ്ട് ഒരു കബഡി ടീമില്? എത്ര പേരടാ? 7 പേര് അല്ലെ? 7 പേരാണ് ഒരു കബഡി മാച്ചിൽ ഒരു ടീമിൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം,
വേർ വാസ് ദി ഡൂറൻ കപ്പ് ടൂർണമെന്റ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ 1888? വർഷം നോട്ട് ചെയ്ത് വെച്ചോ, നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഡൂറന്റ് കപ്പ് എന്താണ്? ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഡൂറന്റ് കപ്പ് ഏത് ടൂർണമെന്റാ? ഫുട്ബോൾ അല്ലേ? ഏതാണ്? ഫുട്ബോൾ ആണ് അല്ലേ? എന്താണ് ഡൂറന്റ് കപ്പിന്റെ ഇമ്പോർട്ടൻസ് എടാ? ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് അല്ലെ? നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഏത്? ഡൂറന്റ് കപ്പ് എന്ന് പറയുന്നത് അല്ലെ? അത് രൂപീകരിച്ച വർഷം 1888 അല്ലെ? 1888 ഡൂറന്റ് കപ്പ് എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത് കേട്ടാ. ഏത് വർഷം? 1888. അതിൽ ഫസ്റ്റ് ടൂർണമെന്റ് നടന്നത് ഇന്ത്യയിൽ വെച്ചാണ്. ഇന്ത്യയിൽ എവിടെ വെച്ചാണ് ടൂർണമെന്റ് നടന്നതെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ സി, ഷിംലയിൽ വെച്ച് അല്ലെ? ഇതൊക്കെ നമ്മൾ ആ സ്പോർട്സിന്റെ അല്ലെ, ഫുട്ബോൾ എന്ന് പറയുന്ന അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ? ആ സ്പോർട്സിന്റെ നമ്മൾ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ കണ്ട ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. ഡൂറന്റ് കപ്പിന്റെ ഫസ്റ്റ് ടൂർണമെന്റ് നടന്ന വർഷം 1888 എവിടെ വെച്ച്? ഷിംലയിൽ വെച്ച്. ഷിംലയിൽ വെച്ചാണ് ആദ്യത്തെ ടൂർണമെന്റ് നടന്നത്. ഓക്കെ ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ വിച്ച് സിറ്റി വാസ് ദി ഫസ്റ്റ് ഗോൾഫ് ക്ലബ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ്? ആദ്യത്തെ ഗോൾഫ് ക്ലബ്ബ് ഇന്ത്യയിൽ രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? ഏത് സിറ്റിയിലാണ്? സോ ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഫ് ക്ലബ് എന്ന് പറയുന്നത് റോയൽ കൽക്കട്ട ഗോൾഫ് ക്ലബാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഫ് ക്ലബ്ബ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഫ് ക്ലബ് എന്ന് പറഞ്ഞാൽ ഏതാ? റോയൽ കൽക്കട്ട ഗോൾഫ് ക്ലബാണ്. ഇത് രൂപീകരിച്ച വർഷം നോട്ട് ചെയ്ത് വെച്ചോ, നല്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ വർഷം. 1829 1829 ഇത് രൂപീകരിച്ചത് കേട്ടോ. ഏത് വർഷമാണ്? 1829 കേട്ടോ. 1829 1829 ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എന്താണ്? ഗോൾഫ് ക്ലബ്ബ് കേട്ടോ. റോയൽ കൽക്കട്ട ഗോൾഫ് ക്ലബ്ബ്. ഏത് വർഷം? 1829 1829. അപ്പൊ ഏതാണ് ആൻസർ? ഏതാണ്? കൽക്കട്ട. ഏതാണ്? കൽക്കട്ട. അടുത്ത ചോദ്യം, 3 poets പമ്പ, പൊന്ന ആൻഡ് റണ്ണ are called as the 3 jewels of dash കേട്ടാ. പമ്പ, പൊന്ന, റണ്ണ ഏത് കാൾഡ് ദി 3 jewels of dash എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇവര് 3 പേര്, ഈ പമ്പ, പൊന്ന, റണ്ണ എന്ന് പറയുന്നത് കന്നഡ ലിറ്ററേച്ചറിന്റെ 3 jewels എന്നാണ് അറിയപ്പെടുന്നത്. 3 jewels of കന്നഡ ലിറ്ററേച്ചർ ആരാ? പമ്പ, പൊന്ന, റണ്ണ. ഇവര് 3 പേരുമാണ് കേട്ടോ. ഇവര് നമ്മുടെ ഈ പൊന്നയും പമ്പയും നമ്മുടെ രാഷ്ട്രകൂട ഡൈനാസ്റ്റി കേട്ടിട്ടുണ്ടോ? രാഷ്ട്രകൂട നമ്മൾ പഠിക്കുന്നതാണല്ലേ. രാഷ്ട്രകൂട ഡൈനാസ്റ്റിയിലെ 2 കവികളായിരുന്നു. ഏത്? പമ്പയും പൊന്നയും കേട്ടാ. സോ ഇവര് 3 പേരും. അതുപോലെ നമ്മുടെ റണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ ഒരു കവിയും കേട്ടാ. സോ ഇവര് 3 പേരെ നമ്മൾ 3 jewels ഓഫ് കന്നഡ ലിറ്ററേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ പമ്പ ഉണ്ടല്ലോ, പമ്പ എഴുതിയ ഒരു ബുക്കാണ് പമ്പ എഴുതിയ ഒരു ബുക്കാണ് ആദിപുരാണ കേട്ടോ. ഹു വാസ് ദി ഓഥർ ഓഫ് ആദിപുരാണം? ആര്? പമ്പ. ആരാണ്? പമ്പ. അടുത്ത പൊന്ന എഴുതിയ ഒരു ബുക്കാണ് ശാന്തി പുരാണ. ഓക്കെ, ദെൻ റണ്ണ എഴുതിയ ബുക്കാണ് അജിത പുരാണ. സോ 3 പുരാണങ്ങൾ ഏതൊക്കെയാ? ആദിപുരാണ, ശാന്തി പുരാണ, അജിത പുരാണ കേട്ടാ. ആദിപുരാണം എഴുതിയത് ആരാ? പമ്പ. ശാന്തി പുരാണം എഴുതിയത് ആരാ? എഴുതിയത് പൊന്ന. ദെൻ അജിത പുരാണം ആരാ? റണ്ണ. സോ ഇവരെ 3 പേരെ നമ്മൾ വിളിക്കുന്നത് ദ 3 jewels ഓഫ് കന്നഡ ലിറ്ററേച്ചർ എന്നാണ് കേട്ടോ. കന്നഡ ലിറ്ററേച്ചറിന്റെ എന്താണ്? 3 jewels. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, റോട്ടേല പാണ്ടുങ്ക ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ ആണ്. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് 2023 നമ്മുടെ CGL എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചതാണ് കേട്ടോ. റോട്ടേല പാണ്ടുങ്ക എന്ന് പറയുന്ന ഈ ഒരു ഫെസ്റ്റിവൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ എവിടെയാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു
ദർഗയുണ്ട്. ദർഗയുടെ പേരാണ് ബാര ബാര ഷാഹിദ്. ബാര ഷാഹിദ് ദർഗ. കേട്ടാ, ഈ നെല്ലൂർ എന്ന സ്ഥലത്തെ ബാര ഷാഹിദ് ദർഗയിൽ നടക്കുന്ന ഒരു 3 ദിവസത്തെ ഒരു 3-day ഫെസ്റ്റിവൽ ആണ് നമ്മുടെ ഈ ഏത് റൊട്ടേല പാണ്ഡുരംഗ ഫെസ്റ്റിവൽ. കേട്ടാ, എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു ദർഗയാണ് ബാര ഷാഹിദ് ദർഗ. അവിടെ നടക്കുന്ന ഒരു 3 ദിവസത്തെ ഒരു എന്താണ് ആനുവലി ഒരു 3 ദിവസം നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് റൊട്ടേല പാണ്ഡുരംഗ ഫെസ്റ്റിവൽ. എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ മുഹറം മാസത്തിലാണ് കേട്ടോ. നമ്മുടെ മുസ്ലിം കലണ്ടറിലെ മുഹറം മാസത്തിലാണ് ഈ ഒരു സമയം നടക്കുന്നത് കേട്ടോ. മുഹറം ടൈമിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ഫെസ്റ്റിവൽ ആണ് ഏത്? റൊട്ടേല പാണ്ഡുരംഗ ഫെസ്റ്റിവൽ കേട്ടോ. മുഹറം സമയത്താണ്. ഓക്കെ, ഈ ദർഗ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഏത് മതക്കാരുടെ ഫെസ്റ്റിവൽ ആണ് ഇത്? മുസ്ലിംസിന്റെയാണ്. മുസ്ലിംസ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ് ഈ പറയുന്ന റൊട്ടേല പാണ്ഡുരംഗ ഫെസ്റ്റിവൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. കത്തി ബീഗു ഈസ് സെലിബ്രേറ്റ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മന്ത് ഇൻ ആസാം? ഏത് മാസത്തിലാണ് കത്തി ബീഗു ആഘോഷിക്കുന്നത്? സോ നമുക്കറിയാം ആസാമിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ് ബീഹു ഫെസ്റ്റിവൽ അല്ലെ. ബീഹു എവിടത്തെ ഫെസ്റ്റിവൽ ആണ്? ആസാമിലാണ്. നോർമലി 3 ബീഹു ആണ് നമുക്ക് വരുന്നത് അല്ലെ. ഏതൊക്കെ ബീഹുകളാ? ഒന്ന് നമ്മുടെ ജനുവരിയിൽ അല്ലെ, നമ്മുടെ ജനുവരി 14-ാം തീയതി വരുന്ന ബീഹു അല്ലെ. അത് ഏത് ബീഹു എന്നറിയോ? അതാണ് മാഘ് ബീഹു. ഏതാണ്? മാഘ് ബീഹു. ഏതാണ്? മാഘ് ബീഹു. അല്ലെങ്കിൽ മാഘ് ബീഹുവിന്റെ വേറൊരു പേരാണ് ബൊഖാലി ബീഹു എന്ന് പറയും അല്ലെ. ബൊഖാലി ബീഹു കേട്ടാ. മാഘ് ബീഹു ജനുവരി 14. ഇത് നമ്മുടെ മകരസംക്രാന്തി ഫെസ്റ്റിവൽ ആണ് അല്ലെ. നമ്മുടെ ജനുവരി 14 ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മകരസംക്രാന്തി ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് അല്ലെ. മകരസംക്രാന്തി അല്ലെ. അതിനെയൊക്കെ പറ്റിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫെസ്റ്റിവൽസ് ഇന്ത്യ എന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. മകരസംക്രാന്തി ഫെസ്റ്റിവൽ ഇന്ത്യയിൽ ഒരുപാട് ഫെസ്റ്റിവൽ ഉണ്ട് ആ ദിവസം ജനുവരി 14. അത് അന്ന് ആസാമിന്റെ മകരസംക്രാന്തി ഫെസ്റ്റിവൽ ആണ് ബൊഗാലി ബീഹു അഥവാ മാഘ് ബീഹു. ഇനി ഏപ്രിൽ 14 ഒരു ബീഹു ഉണ്ട്. ഏതാണ് ഏപ്രിൽ 14 ബീഹു? അതാണ് ബൊഹാഗ് ബീഹു. ഏതാണ്? ബൊഹാഗ് ബീഹു. എവിടെയാണ്? ഏപ്രിൽ 14. അല്ലെങ്കിൽ റംഗോലി ബീഹു എന്ന് പറയും. ഏതാണ്? റംഗോലി ബീഹു. നേരത്തെ ബൊഹാലി ആണെങ്കിൽ ഇത് റംഗോലി. ഏപ്രിൽ 14 ഇതെന്താ? ഇതാണ് ആസാമിന്റെ ന്യൂ ഇയർ. നമ്മുടെ ആസാമിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ, ആസാം ന്യൂ ഇയർ. ഏതാണ്? ഈ റംഗോലി ബീഹു, ബൊഹാങ് ബീഹു. അതെന്നാ? അത് ഏപ്രിൽ 14-ലാണ്. ഇനി നമ്മുടെ ഒക്ടോബർ മാസത്തിലെ പകുതിയിൽ നമ്മുടെ ആസാമിൽ ആഘോഷിക്കുന്ന ഒരു എന്താണ് ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് ഏത്? ഈ കത്തി ബീഹു എന്ന് പറയുന്നത്. കത്തി ബീഹു ഏത് മാസത്തിലാ? ഒക്ടോബർ മാസത്തിന്റെ പകുതിയിൽ ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് ഏത്? കത്തി ബീഹു. അല്ലെങ്കിൽ ഇത് നമ്മൾ പറയും കൊങ്കാലി ബീഹു എന്ന് പറയും. കൊങ്കാലി ബീഹു. ഓക്കെ, സോ ഇതിലിപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാ? കത്തി ബീഹു അല്ലേ. അപ്പൊ ഏത് മാസ? ജനുവരി ആണോ, ഏപ്രിൽ ആണോ, ഒക്ടോബർ ആണോ? കത്തി ബീഹു ഒക്ടോബർ. ഓപ്ഷൻ ഉണ്ടാ? യെസ്, ഓപ്ഷൻ സി ഒക്ടോബർ മാസം. സോ നോട്ട് ചെയ്യുക, ബീഹു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബീഹു ഡാൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ആസാമിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡാൻസ് ഫോമും ഉണ്ട്. ഇത് ബീഹു ഡാൻസ്. ബീഹു ഫെസ്റ്റിവൽ. 3 ടൈപ്പ് ബീഹു ഉണ്ട്. ഏതൊക്കെ ബീഹു? മാഘ് ബീഹു. എവിടെയാ മാഘ് ബീഹു? ജനുവരി 14 മകരസംക്രാന്തി മാഘ് ബീഹു. ഏപ്രിൽ 14 ആസാമിന്റെ ന്യൂ ഇയർ. ഈ ഏപ്രിൽ 14 ഒട്ടുമിക്ക എല്ലാം നമ്മുടെ കേരളത്തിന്റെ ന്യൂ ഇയർ വന്നാണല്ലേ വിഷു അല്ലെ. അതും ഏപ്രിൽ 14 അല്ലെ. ദെൻ ഒക്ടോബർ മാസത്തിൽ ഏത്? കത്തി ബീഹു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് തേരാ താലി ഫോക്ക് ഡാൻസ് പ്രിലിമിനറി അസോസിയേറ്റ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്? ഏത് സംസ്ഥാനത്തിലെ എന്താണ് ഡാൻസ് ആണ്, ഫോക്ക് ഡാൻസ് ആണ് തേരാ താലി ഫോക്ക് ഡാൻസ്? അത് നമ്മുടെ രാജസ്ഥാനിലെ ഖമർ ട്രൈബ്. നോട്ട് ചെയ്യണം കേട്ടോ, ചിലപ്പോൾ ചോദിക്കാം. രാജസ്ഥാനിലെ ഖമർ ട്രൈബ് കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡാൻസ് ആണ് ഏത്? തേരാ താലി ഡാൻസ് കേട്ടോ. തേരാ താലി എവിടെയാണ്? രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാനിലെ ഏത് ട്രൈബാണ്? ഖമർ ട്രൈബ്. രാജസ്ഥാനിലെ ഖമർ ട്രൈബ് കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡാൻസ് ആണ് ഏത്? തേരാ താലി ഡാൻസ് എന്ന് പറയുന്നത് അല്ലെ. രാജസ്ഥാൻ നമുക്കറിയാം, രാജസ്ഥാനിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഗൂമറും അല്ലെ. നമ്മുടെ രാജസ്ഥാനിലേക്ക് പ്രധാനപ്പെട്ട ഡാൻസുകളെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ. ഡാൻസ് ഫോംസ് ഇൻ ഇന്ത്യ, ഗൂമർ, അതുപോലെ തന്നെ കൽബേലിയ അല്ലെ. കൽബേലിയ ഒക്കെ എവിടെയാ? രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട എന്താണ് ഡാൻസുകളാണ് അല്ലെ. സോ അതിലേക്ക് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഫോക്ക് ഡാൻസ് ആണ് തേരാ താലി. രാജസ്ഥാനിൽ അത് ട്രൈബാ? അത് നോട്ട് ചെയ്യണം കേട്ടോ, ചിലപ്പോൾ അടുത്ത എക്സാമിന് അതായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ട്രൈബാണ് ഖമർ ട്രൈബ് കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ആണ് തേരാ താലി. ഓക്കെ,
സോ നെക്സ്റ്റ് ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗെയിംസ് ഈസ് ദി ബൾക്ക് ലൈൻ യൂസ്ഡ്? ബൾക്ക് ലൈൻ. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത, കഴിഞ്ഞ ക്ലാസ്സില്ല, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഡിസ്കസ് ചെയ്ത ചോദ്യമായിരുന്നു അല്ലേ. ഇത് നമ്മളെ കബഡിയിലാണ് അല്ലേ. നമ്മുടെ കബഡിയുടെ എന്തിനെ പറ്റി, ഗ്രൗണ്ടിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ കബഡിയിൽ എന്തിനെ പറ്റി, ഗ്രൗണ്ട് അല്ലേ. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, സ്പോർട്സിന്റെ വീഡിയോയിൽ നമ്മൾ ഡയമെൻഷനെ പറ്റിയൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ കബഡിയുടെ വീഡിയോയിൽ ഞാൻ ചെയ്ത സമയത്ത് ഡയമെൻഷൻ നമ്മൾ നോക്കിയ സമയത്ത് നമ്മൾ നോക്കിയൊരു കാര്യമാണ് എന്ത്, അതിന്റെ ലൈൻസിന്റെ പേരുകൾ അല്ലെ. അതിന്റെ ലൈൻസിന്റെ പേരുകൾ നമ്മൾ എന്ത് ചെയ്താ അന്ന് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഏത്, അപ്പം നമ്മൾ ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതാണ് കബഡി കോർട്ട് എങ്കിൽ നമ്മുടെ കോർട്ടിന്റെ സെന്ററിൽ നിന്ന് നമുക്ക് എന്താണ്, അത് സെന്റർ നമുക്കറിയാം മിഡ് ലൈൻ ആണ്. ഇതാണ് മിഡ് ലൈൻ. അത് കഴിഞ്ഞ് നമുക്കൊരു 2 ലൈൻസ് വരും അല്ലെ. നമുക്ക് 2 ലൈൻസ് വരും. അതിൽ ഒന്ന് നമ്മുടെ എൻഡ് ലൈൻ ആണ് അല്ലെ. അത് കഴിഞ്ഞ് ഇതാണ് ഈ ഒരു ലൈനാണ് നമ്മുടെ എന്ത്, ബോണസ് ലൈൻ. നമ്മുടെ ബോണസ് ലൈൻ അല്ലെ. ഇതാണ് ബോണസ് ലൈൻ. ദെൻ ഈ ലൈൻ, നമ്മുടെ ഫസ്റ്റ് ലൈൻ, ഈ ലൈനിന്റെ പേരാണ് എന്ത്, ബൾക്ക് ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ബൾക്ക് ലൈൻ കേട്ടോ, ഏതാണ് ബൾക്ക് ലൈൻ. സോ ബൾക്ക് ലൈൻ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടാടാ, ഏതാണ്, കബഡി. ഓപ്ഷൻ സി കബഡി കേട്ടോ. ബോണസ് ലൈനും ബൾക്ക് ലൈനും മിഡ് ലൈനും അല്ലെ. നമ്മൾ അതിന്റെയൊക്കെ ഡയമെൻഷൻ ഒക്കെ പഠിച്ചതാണ് അല്ലേ. നമ്മൾ അതൊക്കെ പഠിച്ചത്. എന്താ കബഡി കോർട്ടിന്റെ ഡയമെൻഷൻ? നോർമലി ഒരു കബഡി കോർട്ടിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ് ടോട്ടലി 13 മീറ്റർ ഇൻറ്റു എത്രയാണ്, 13 മീറ്റർ ഇൻറ്റു എത്രയാണ്, മൊത്തം 10 മീറ്റർ അല്ലെ. 13 മീറ്റർ ലെങ്തും 10 മീറ്റർ എന്താണ്, വിഡ്ത്തും അല്ലെ. 13 ഇൻറ്റു 10 മീറ്റർ അല്ലെ. നമ്മുടെ നോർമൽ എന്താണ്, ഒരു എന്താണ് കബഡി കോർട്ടിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതൊക്കെ പറ്റി നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിൽ ഞാൻ ഈ ലൈനുകൾ നിങ്ങൾക്ക് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിപ്പിച്ചു തന്നാണ് അല്ലേ. ബോണസ് ലൈനും മഗ് ലൈനും, പിന്നെ ഇത് മിഡ് ലൈൻ. നമ്മുടെ സെൻട്രൽ ലൈൻ ഏതാ, ഇത് മിഡ് ലൈൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ട. സോ ഇത് കഴിഞ്ഞ CGL എക്സാമിന് സ്റ്റാറ്റിക്കിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതിൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ചോദ്യങ്ങളും, എസ്പെഷ്യലി സ്പോർട്സിലെ ചോദ്യങ്ങളെല്ലാം നമ്മൾ സ്പോർട്സിന്റെ ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഞാൻ പറയുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, സോ നമ്മൾ ഈ വരാൻ പോണ CGL-ലും നമുക്ക് സ്പോർട്സിൽ നിന്ന് ഈ പറയുന്ന പാറ്റേൺ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റജിക്ക് എന്ന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ 10 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. സോ ഞാൻ ഇനി വരുന്ന സീരീസിൽ നമുക്ക് ഇതുപോലുള്ള ഈ വർഷം വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.